നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഓൾജിബ്ര ഓഫ് ലിമിറ്റ് എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് എല്ലാം നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് ക്യാൻസൽ ചെയ്തിട്ട് ചെയ്യാം. പക്ഷേ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റാത്ത വാല്യൂസ് ഉണ്ട്. ഇപ്പോൾ x⁵5 x⁻7 അങ്ങനെയൊക്കെ ഹയർ പവർ വന്നാൽ അതിനെ നമുക്ക് ഒരിക്കലും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇവിടെ നോക്കാം, ഓൾജിബ്ര ഓഫ് ലിമിറ്റ് എന്ന് പറഞ്ഞതാണ് ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു എ x⁻n മൈനസ് a⁻n ഡിവൈഡഡ് ബൈ x മൈനസ് എ എന്ന് പറഞ്ഞാൽ n ഇൻറ്റു a⁻n-1 ആണ്. ഇതാണ് നമ്മുടെ ഓൾജിബ്ര ഓഫ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇതാദ്യം നമ്മൾ ഈ ഫോർമുലയെ തന്നെ ഒന്ന് മനസ്സിലാക്കണം. ഇവിടെ നോക്കിക്കേ, ഈ x ടെൻ ടു എ, അപ്പോഴാണ് നമുക്ക് x ടെൻ ടു എ കണ്ടോ, അത് ആ നമ്പറാണ് ഇവിടെ വന്നേക്കുന്നത്. രണ്ടാമത് നോക്കുക, ഈ x-a അങ്ങനെ ഇവിടെ താഴെ വന്നേക്കുക. അതിൻ്റെ ആൻസർ എവിടെയാ? n ഇൻറ്റു, അതായത് ലിമിറ്റ് x ടെൻ ടു എ x⁻n ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചോ. അവിടെ എങ്ങനെയാണ് വന്നേക്കണം? ഇവിടെ കിടക്കണം a, ദെൻ മൈനസ്, എപ്പോഴും മിഡിൽ മൈനസ് വരും, മൈനസ് ഈ a⁻, എവിടെ പവർ n അങ്ങനെ ഒരുപോലെ ഡിവൈഡഡ് ബൈ, പിന്നെ ഈ x-a താഴെ വരുവാണ്. അങ്ങനെയാണ് ആ ഫോർമുല തന്നെ വന്നേക്കണം. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞ് ഈ n ഇൻറ്റു പിന്നെ ഈ a⁻, ഇതിനേക്കാൾ ഒരു പവർ കുറവ് n-1. കണ്ടോ, ആ ഒരു ഇക്വേഷൻ തന്നെ നമ്മൾ ശരിക്കും മനസ്സിലാക്കി പഠിക്കുക. അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇവിടെ ഞാൻ നിങ്ങൾ ക്വസ്റ്റ്യനും കൂടെ ഇടാനാണ് പഠിപ്പിക്കുന്നത്. അതിനകത്ത് എ എന്ന് പറയുന്ന പോർഷൻ ടൈപ്പ് എ പാർട്ട്, അതായത് ഈ ടൈപ്പ് 3യിൽ തന്നെ അതിനെ പല പാർട്ടായിട്ട് നമ്മൾ തിരിച്ചേക്കുവാണ്. അത് പല മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അതിനകത്ത് ഒന്നാമത്തെ എ പാർട്ട് ക്വസ്റ്റ്യൻ ഇതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻ ടു 2 x⁻7. ഇത് നമ്മൾ ആദ്യമേ ഒരു ക്വസ്റ്റ്യൻ ഇടാൻ തന്നെ പഠിക്കുക. ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും മക്കളെ? ഇവിടെ x⁻7 ആണ്, ഇവിടുത്തെ നമ്പർ ഏതാ? 2 അല്ലേ? അപ്പം നടുക്ക് എപ്പോഴും മൈനസ്. ദെൻ ഈ 2⁻7 ഡിവൈഡഡ് ബൈ താഴെ എങ്ങനെ വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു x-2. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഇടുന്നത് നമ്മൾ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇട്ട ആൻസർ എങ്ങനെ വരും? പവർ 7, പിന്നെ ഈ 2 അങ്ങനെ തന്നെ എഴുതി, ഇതിനേക്കാൾ ഒരു പവർ കുറയും, 7 ഇൻറ്റു 2⁻6. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ലിമിറ്റ് x ടെൻ ടു 3 x⁻5. ബാക്കി നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ എങ്ങനെയാണ് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. -2, ഏതാണ് നമ്പർ? 3. അപ്പോൾ 3⁻5. താഴെ എന്തായിരിക്കും? ഈ x-3 അങ്ങനെ തന്നെ വരണം, x-3. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണെന്ന് നോക്കിയേ, 5. ദെൻ നമ്പർ 3 ഇതിനേക്കാൾ ഒരു പവർ കുറവ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ഇവിടെ നമ്മൾ ഓൾജിബ്ര ലിമിറ്റ് ഇടുമ്പോൾ തന്നെ ക്വസ്റ്റ്യനും കൂടെ ഇടാൻ പഠിക്കാം. അടുത്ത് നോക്കുക, ലിമിറ്റ് x ടെൻ ടു 1 ദെൻ x ആകുമ്പോൾ z ആണെങ്കിൽ z വരും, 1/5. ബാക്കി എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു നോക്കിയേ. നടുക്ക് മൈനസ്, ഇവിടുത്തെ കിടക്കുന്ന നമ്പർ 1 ഈ നമ്പർ 1/5. താഴെ ഈ x-1 x-1. നമ്മുടെ ക്വസ്റ്റ്യൻ റെഡിയായി. ഇനി നമ്മുടെ ആൻസർ എങ്ങനെ വരും നോക്കിയേ. 1/5 ഈ നമ്പർ 1 1/5 വരും. അത് 1/5 തന്നെ വരും. കാരണം 1ന്റെ പവർ ഏത് നമ്പർ വന്നാലും 1 തന്നെയാണ്, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ഇതും തേർഡ് ക്വസ്റ്റ്യൻ. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കുക, ലിമിറ്റ് x ടെൻ ടു 5 x⁻3. ബാലൻസ് നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻ ഇടും? മൈനസ്, ഏതായിരിക്കും നമ്പർ? 5 എന്താ? 3 ഡിവൈഡഡ് ബൈ എന്താ? ഈ x-5. ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇടാൻ പഠിപ്പിച്ച എന്തിനാണെന്നറിയാമോ? ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഇടാൻ പഠിച്ചാൽ അടുത്ത ടൈപ്പ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ അറിയാം. ഈ ആൻസർ പറഞ്ഞ് ഇവിടെ 3 ഇൻറ്റു 5 ഇതിനേക്കാൾ ഒരു നമ്പർ കുറവ്, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ 3 ഇൻറ്റു 5 വരും. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ലിമിറ്റ് x ടെൻ ടു 7 ആണെന്ന് വെച്ചോ, x⁻2. ബാലൻസ് എന്തായിരിക്കും? മൈനസ്, എന്തായിരിക്കും ഇവിടുത്തെ നമ്പർ ഏതാ? 7. അടുത്ത നമ്പർ ക്വസ്റ്റ്യൻ ഇടുമ്പോൾ എവിടെ? 2 ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? ഈ x-7. ഇങ്ങനെയാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ഇടുന്നത് നമ്മൾ. ഇനി ആൻസർ പറഞ്ഞ് ഈ 2 അവിടെ തന്നെ വന്നു, പിന്നെ നമ്പർ ഇവിടെ ഏതാ? 7. ഈ 2വിനേക്കാൾ ഒരു നമ്പർ കുറവ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 7⁻1. അപ്പം നെക്സ്റ്റ് വീഡിയോയുമായി നെക്സ്റ്റ് ഡേ. താങ്ക് യു.